ഓണമെല്ലാം കഴിഞ്ഞ് വെക്കേഷനെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരിക്കും അല്ലേ. അപ്പോൾ ഓണൊക്കെ കഴിഞ്ഞ് പോയിട്ട് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അസുഖമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞേക്കാന്ന് വെച്ചു. ഹാപ്പി ഓണം. ഇത് നമ്മളെ വീട്ടിൽ മുമ്പിലെ കാഴ്ചയാണ് കേട്ടോ. ഓണാകുമ്പോൾ ഇവിടെ ഫുള്ളിങ്ങനെ പൂത്താലി വിരിയും. അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടതാണ്. നമ്മൾ രാവിലെ തന്നെ പൂക്കളത്തിൻ്റെ പണി ആരംഭിച്ചു. പിന്നെ പൂക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ടതിന് ശേഷമാണ് വരച്ചത്. അപ്പോൾ ഫോണിൽ നോക്കി നല്ല ഏകദേശം ആവുന്ന പോലൊരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടണം. അപ്പോൾ എല്ലാം ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇനിയിപ്പോൾ പൂടാൻ തുടങ്ങിയെന്ന്. എല്ലാ കളേഴ്സും കുറേശ്ശെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിന് പറ്റുന്ന രീതിയിലൊരു ഡിസൈനാണ് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒന്നും കാണുന്നില്ല, പൂ ഇട്ട് കഴിയുമ്പോൾ കാണാം കേട്ടോ, ഒന്നും കാണുന്നില്ല ഇതിൽ. അതിനുശേഷം നമ്മൾ ഇങ്ങനെ കുറേശ്ശെ പൂടാൻ തുടങ്ങി. അപ്പം ഞാനിത് സ്പീഡാക്കി കാണിക്കാം, അതാണ് നല്ലത്. കുറേ സമയം എടുക്കും, കുറച്ച് എടുക്കുന്നില്ല, ഫുൾ വീഡിയോസൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലെത്തിയപ്പോൾ നല്ല കാണാൻ രസമായി. ഇനി ഒരു റൗണ്ടും കൂടി കൊടുക്കുന്നുണ്ട്, അത്രയുള്ളൂ. ബാക്കി ഇതിങ്ങനെ തന്നെയല്ല. അപ്പോൾ ഒരു ഡിസൈൻ കഴിഞ്ഞ് പിന്നെ ബാക്കിയില്ല മഞ്ഞയും ഓറഞ്ചും കൊണ്ട് ഇങ്ങനെ റൗണ്ട് കൊടുത്ത് വലുതാക്കലാണ് നമ്മൾ സ്ഥിരം പരിപാടി. അപ്പോൾ ഇതാണ് നമ്മളെ പൂക്കളം. മോശമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു പൂക്കളം. സാധാരണ ഇതിൻ്റെ ചുറ്റും ദീപമൊക്കെ കത്തിച്ച് വെക്കലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാ പ്രാവശ്യവും ദീപമല്ല, ഈ പ്രാവശ്യം ദീപം വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും ആക്കാണ്ട് സാധാരണ പൂക്കളമായിട്ട് അങ്ങ് റെഡിയാക്കി വെച്ചു. ഇനി വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് പൂവിട്ടത്. എന്നിട്ട് അപ്പോൾ പൂവിട്ട് തീരുമ്പോഴത്തേക്ക് തന്നെ കുറേ സമയമായി. അതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച്. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പണികളൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ബിരിയാണിയുടെ റെസിപ്പിയൊന്നും പറയുന്നില്ല. ഇത് മുമ്പ് ഇതേ റെസിപ്പി ഇതേപോലെ തന്നെ കഴിഞ്ഞ വിഷുവിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഒന്നും പറയുന്നില്ല. നല്ല അടിപൊളി കണ്ണൂർ സ്റ്റൈൽ ബിരിയാണിൻ്റെ റെസിപ്പി വേണ്ട ആൾക്കാർ കുറച്ച് ബാക്കോട്ടേക്ക് പോയാൽ ഡീറ്റെയിൽ വീഡിയോ ഉണ്ട്, ഒന്ന് കണ്ടുപോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഏട്ടൻ പുറത്തൊന്ന് പോയിട്ട് ഉണ്ടായത്. അപ്പം ഏട്ടൻ വന്നിട്ട് വാവ വിശക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ട് വാവ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ കഴിച്ചു തുടങ്ങി. എൻ്റെ ഏട്ടൻ വന്നിട്ട് ഞാനും കൂടി കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഓണം സത്യം പറഞ്ഞാൽ വലിയ ഒരു ഭയങ്കര രസമൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മളിവിടെ ഓണത്തിൻ്റെ പരിപാടി ഉണ്ടാവും, ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, അവിടെ ഓണപ്പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സാധാരണ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും. പിന്നെ സന്ധ്യയ്ക്ക് തിരിച്ചു വരും. പരിപാടിയും കമ്പവലി അങ്ങനെ ഒരുപാട് കുട്ടികളുടെ വലിയ ആൾക്കാർ ഒരുപാട് മത്സരങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാവുന്നു. ഇപ്രാവശ്യം ഒന്നുമില്ല. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒന്നും ചെയ്യാനുണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് സിനിമയൊക്കെ കണ്ടു. എന്നിട്ട് സമയം കുറേ ബാക്കിയുണ്ടായി. അപ്പോൾ കുറേ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാൻ്റെ ഇത് പിങ്ക് കളറുള്ളതാണ് എൻ്റെ ഓണക്കോടി. വാവ സെലക്ട് ചെയ്ത് തന്നെയാണ് വാവക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത്. പിന്നെ ഇതിട്ടൊരു കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ സെറ്റ് സാരി എടുത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതിൻ്റെ മുല്ലപ്പൂ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ടിഷ്യൂ പേപ്പറിൻ്റെ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടുപോയിക്കോ. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്രാവശ്യം ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കാൻ നോക്കാം കുറച്ചുകൂടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.